അപ്പം 5 പേരുടെ അല്ലേ 5 കണ്ടസ്റ്റൻസ് അല്ലെ 5 പേരും അവരുടെ ഫ്രണ്ട്സിനെ നമ്മളെ പരിചയപ്പെടുത്തി പ്രേക്ഷകരെയും പരിചയപ്പെടുത്തി. ഇനി 5 പേര്. ഇനി അടുത്ത നമുക്ക് ശാലിനി. അപ്പോൾ ഈ ഒരു ഫ്രണ്ട്ഷിപ്പ് റൗണ്ടിലേക്ക് ആരെയാണ് കൊണ്ടുവന്നിരിക്കുന്നത്? എൻ്റെ LKG തൊട്ടുള്ള ഒരു ഫ്രണ്ടാണ്. രണ്ടാമത്തെ LKG സെലിബ്രിറ്റീസ് അല്ലേ? ഇല്ല, ഇപ്പോൾ ഒരാളല്ലേ 5 മാത്രമേ ഉള്ളൂ LKG തൊട്ടുള്ള ഫ്രണ്ടിനെ കൊണ്ടുവന്നത്. LKG ഞങ്ങൾ ശരിക്കും 3 പേരാണ്. പ്രീതം എന്ന് പറയുന്ന ആളുണ്ട്. ഇപ്പോൾ വന്നിരിക്കുന്നത് സിനി ഒരാളും കൂടിയുണ്ട്. ആള് ബാംഗ്ലൂർ വർക്ക് ചെയ്യണു. ഒരാൾ മതിയല്ലോ. അപ്പോൾ അതുകൊണ്ട് സിനിയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇപ്പോൾ സിനിയായിട്ടാണ് ഇന്നെ ബെസ്റ്റ് ഫ്രണ്ട് കൂട്ടുകൂടി കുക്ക് ചെയ്യാൻ പോകുന്നത്. സിനിയെ വിളിച്ചാലോ? ഹായ് സിനി. ഓക്കെ, ശാലിനിയുടെ കൂട്ടുകാരി സിനി. എറണാകുളമാണോ? അല്ല, പാലക്കാടാണ്. ഞാൻ പാലക്കാട് എറണാകുളം സെറ്റിൽഡ് ആണ്. അങ്ങനെ. ഓക്കെ. അവിടുത്തെ സ്കൂളിൽ മാരീഡാണോ? മാരീഡാണ്. ഓക്കെ. ഞാൻ ഒരു IT കമ്പനിയിൽ വർക്ക് ചെയ്യും. അപ്പോൾ സിനിക്ക് എന്ത് തോന്നി പിന്നെ ശാലിനി ഇങ്ങനെ ഒരു റൗണ്ടിനെ കുറിച്ച് പറഞ്ഞപ്പോൾ? ഇങ്ങനെ ഞങ്ങളുടെ കൂടെ ഇതൊരു ഫ്രണ്ട്ഷിപ്പ് റൗണ്ടാണ്, വന്ന് ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ സിനിക്ക് എന്താ തോന്നിയത്? ഫസ്റ്റ് ബെസ്റ്റ് ഫ്രണ്ടാണ്. സിൻസ് LKG തൊട്ടുള്ള ഞങ്ങളൊരു 3 ഫ്രണ്ട്സാണ്. അപ്പോൾ ഒരാൾക്ക് വരാൻ പറ്റില്ല, ബാംഗ്ലൂർ വർക്ക് ചെയ്യാം. അപ്പം ഷാലിനെ വിളിച്ചപ്പം വേറെ ഒന്നും നോക്കിയില്ല, അവൈലബിലിറ്റി ഉണ്ട്. മോറൽ സപ്പോർട്ട് എന്തായാലും കുക്ക് ചെയ്തില്ലെങ്കിൽ പോലും ഒരു മോറൽ സപ്പോർട്ട് കൊടുക്കാതല്ലേ? അത്യാവശ്യം കുക്ക് ചെയ്യില്ലേ? ഒരു ഹൗസ് വൈഫ് ആയ സ്ഥിതിക്ക് എന്തായാലും ചൈനീസ് ഒക്കെ ട്രൈ ചെയ്തിട്ടുണ്ടാവും. ഇല്ല, നാടനാണോ താങ്കളുടെ കൂടുതൽ? അങ്ങനെ ഒരുപാട് ട്രൈ ചെയ്തിട്ടില്ല. എന്തായാലും 2 ആളും കൂടി മാരേജ് കഴിഞ്ഞു ആണോ? എന്തായാലും 2 പേരും കൂടി ചേർന്നിട്ട് ഇന്നൊന്ന് ട്രൈ ചെയ്യുക ചൈനീസ് സ്റ്റൈൽ. ഓക്കെ. നിങ്ങളുടെ വളരെ സന്തോഷമുള്ള മുഖം കണ്ടുകൊണ്ട് നമുക്കൊരു സന്തോഷം. നിങ്ങൾ പോസിറ്റീവ് നോട്ടിൽ തന്നെ തുടങ്ങാം. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു കൃഷ്ണ. ഇനി നമ്മൾ 4 കണ്ടസ്റ്റൻസിൻ്റെ കാര്യം കൂടി കാണാനുണ്ട്. ആരൊക്കെയാണ് അവരുടെ ഫ്രണ്ടായിട്ട് വന്നിരിക്കുന്നത് പ്രേക്ഷകരെയും പരിചയപ്പെടുത്തേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഡിംപിൾ വളരെ ഹാപ്പിയാണ്. എന്താ ഡിംപിൾ പറയൂ, ഇന്ന് ആരെയാണ് ഫ്രണ്ടായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത്? ഒരു എന്താ പറയാ, ഇതുവരെ വന്നവരിലേക്ക് എല്ലാവരിലും കൊച്ചുകുട്ടിയാണ് വരാൻ പോകുന്നത്. കൊച്ചുകുട്ടിയാണ്. ഡിംപിൾ തന്നെ ഒരു കൊച്ചുകുട്ടിയാണ്. ഇവിടെ എനിക്ക് തോന്നുന്നു അല്ലെ ഏറ്റവും യങ്ങസ്റ്റ് എന്ന് ഏകദേശം എന്ന് പറയാം അല്ലേ? അതെ. എന്നേക്കാളും ഒരുപാട് യങ്ങസ്റ്റ് ആയിട്ടുള്ള ആളാണ് ഇനി വരാൻ പോകുന്ന ആള്. ചന്ദ്ര എന്നാണ് പേര്. നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ചാരുവിന്റെ ചാരുതയുടെ സിസ്റ്റർ ചന്ദന ആണ് ഡിംപിളിന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ട് വരുന്നത്. അപ്പൊ നമുക്ക് ചന്ദനെ വിളിക്കാം. ഓക്കെ. കിട്ടിയിരിക്കുകയാണ് ഇപ്പോൾ ഡിംപിളിന്റെ ബെസ്റ്റ് ഫ്രണ്ട് ഇവിടെ ചാരുത ആയിരുന്നു അല്ലേ? അതെ. ഇപ്പൊ ഒരാളെ കൂടെ ആയി. അതെ, ചന്തു. ഞങ്ങൾ ശരിക്കും ഫാമിലി ഫ്രണ്ട്സ് ആണെന്ന് തോന്നുന്നു. അതെ, ഫാമിലി ഫ്രണ്ട്സ് ആണ്. ഞങ്ങൾ ഇവിടെ താരോത്സവം ചെയ്യുമ്പോൾ തൊട്ട് ഞങ്ങൾ ഫാമിലി ആയിട്ട് നല്ല ക്ലോസ് ആണ്. അപ്പൊ വീട്ടിൽ പോകുമ്പോൾ ചാരുവിനേക്കാൾ കൂട്ട് ഞാൻ ചന്തു ആയിട്ടാ. ചന്തുവിൽ നിന്നും എന്തൊക്കെ പ്രതീക്ഷിക്കാം? ചന്തുവിന് എന്തായാലും ചേച്ചിയുടെ പരീക്ഷണങ്ങൾ കഴിച്ചിട്ട് നല്ല ശീലമുണ്ട്. പ്രിപ്പയർ ചെയ്തിട്ട് ശീലമുണ്ടോ? പ്രിപ്പയർ ചെയ്യുമ്പോൾ ചേച്ചിയുടെ കൂടെ നിന്ന് ചെയ്തിട്ടുണ്ട്, സഹായിക്കാറുണ്ട്. അരിഞ്ഞൊക്കെ കൊടുക്കും. മതിയല്ലോ, അതിൽ കൂടുതൽ എന്തിനാ? ഡിംപിൾ തന്നെ നല്ലൊരു പാചകക്കാരി. അയ്യോ, അങ്ങനെയല്ല. ഭയങ്കര എന്തിനും ഭയങ്കര എന്താ പറയുക, ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ട്, ഭയങ്കര സ്പോർട്ടീവ് ആയിട്ട് കൂടെ നിന്നോളൂ. വെരി ഗുഡ്. അപ്പൊ എന്തായാലും ഡിംപിളിന് നല്ലൊരു പാർട്ട്ണർ ആവട്ടെ. ചന്ദന, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. കൃഷ്ണ, ഇനി 3 ആൾക്കാരുണ്ട്. ചാരുതയെ വിളിക്കാം അല്ലേ? ചാരു പ്ലീസ്. ചാരുതയുടെ അനിയത്തി ചന്ദന ഡിംപിളിന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ട് വന്നു കഴിഞ്ഞു. അപ്പൊ ഇനി ചാരുതയുടെ ബെസ്റ്റ് ഫ്രണ്ട് ആരാണ്? ഡിംപിളിന് ഒരു സിസ്റ്ററിന്റെ കുറവുണ്ട്. അതുകൊണ്ട് ഡിംപിള് എൻ്റെ സിസ്റ്ററിനെ കുറച്ച് നേരത്തേക്ക് കൊടുത്തിരിക്കുകയാണ്. അതിന് പകരം എനിക്കൊരു ബ്രദറിന്റെ കുറവുണ്ട്. അപ്പൊ അതുകൊണ്ട് ഡിംപിളിന്റെ ബ്രദറിനെയാണ് തിരിച്ചെടുത്തിരിക്കുന്നത്. അതെ. ഞങ്ങൾ ഫാമിലി ഫ്രണ്ട്സ് ആണ്. അങ്ങോട്ട് എക്സ്ചേഞ്ച് ചെയ്തു. ഒരു സിസ്റ്ററിനെ അങ്ങോട്ട് കൊടുത്തു, ബ്രദറിനെ ഇങ്ങോട്ട് എടുത്ത് അല്ലേ? ഗുഡ്. അപ്പൊ ബ്രദറിനെ വിളിക്കാം അല്ലേ? ഡിംപിളിന്റെ ബ്രദറാണ് ടോണി എന്നാണ് പേര്. ടോണി. ഗ്രാഫിക് ഡിസൈനറാണ്. ഇപ്പൊ വളർന്നു വരുന്ന ഒരു ബിസിനസ് മാഗ്നറ്റ് ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് വിളിക്കാം അല്ലേ? അങ്ങനെ
ഡോൺ എത്തിയിരിക്കുവാണ്. ഡിംപിളുടെ ബ്രദർ. ഡിംപിളുടെ ചായ ഉണ്ട് കേട്ടോ, ശരിക്കും അങ്ങനെ പറയുമ്പോഴേ അറിയാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ചാരുതയ്ക്ക് ഫുൾ സപ്പോർട്ട് കൊടുക്കാൻ തീരുമാനിച്ചു. അത് സപ്പോർട്ട് ചെയ്യാം. ഭക്ഷണം കഴിച്ചിട്ട്. അത് ഡിസൈനറാണ്, ഇപ്പോൾ ബിസിനസ്സാണ്. നാട്ടിലും യു എയിലും ബിസിനസ്സാണ്. UAE ആൻഡ് നാട് പറഞ്ഞ തൃശ്ശൂർ. ഓക്കെ, ഗ്രാഫിക് ഡിസൈനർ. അതെ അതെ. ഈ മേഖലയായിട്ട് ഒരു ബന്ധമില്ല അല്ലേ ഇപ്പോൾ? ഇല്ല, ഇതിലെ ഒരു 10 കൊല്ലം മുന്നേ ഉണ്ടായിരുന്നു, പിന്നെ അത് ബാക്കപ്പ് ചെയ്തു. അഭിനയിച്ചു, പിന്നെ അത് കണ്ടിന്യൂ ചെയ്തില്ല, ബാക്കപ്പ് ചെയ്തു. ആണല്ലേ, ഓക്കെ. അപ്പോൾ എന്തായാലും ചാരുതയ്ക്ക് വേണ്ടി ഒരു സപ്പോർട്ടിന് വന്നതിൽ വളരെ സന്തോഷം. അപ്പോൾ ഇന്ന് കഴിച്ചാണോ സഹായിക്കാൻ പോകുന്നത്? അല്ല, കണ്ടുകൊണ്ടാണോ അതോ സഹായിച്ചിട്ടാണോ എന്നൊക്കെ നമുക്ക് നോക്കാം. അതായത് എന്തായാലും കട്ടിങ് ഒക്കെ ധാരാളം ഉണ്ട്. ചൈനീസ് വിഭവം എന്ന് പറയുമ്പോൾ കട്ടിങ്ങിന് കുറേ പ്രാധാന്യമുണ്ട്. അപ്പോൾ എന്തായാലും ഇങ്ങനെ ഒരാളുള്ളത് വളരെ സന്തോഷമായിരിക്കും. എന്തായാലും ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, ഇനി 2 ആൾ ബാക്കിയുണ്ട്. വീണ നായർ വരും. വീണ നായർ അല്ലാതെ തന്നെ നന്നായിട്ട് പാചകം ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ വീണയ്ക്ക് ഇന്നൊരു പാർട്ട്ണർ കൂടി ഉണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും? ചിരി വന്നിട്ട് വയ്യ. എന്താ കാര്യം? ഫ്രണ്ടായിട്ട് കൊണ്ടുവന്നിരിക്കുന്ന ആരെയാണ്? ഞാൻ പറയുമ്പോൾ കുറച്ച് പറയാനുണ്ട്, അത് ഞാൻ പറയാം. എനിക്ക് 8th മുതൽ നന്നായിട്ട് അറിയാവുന്ന, 8ാം ക്ലാസ് മുതൽ നന്നായിട്ട് അറിയാവുന്ന ഒരാള്. ഞങ്ങൾ നല്ല ഫ്രണ്ട്സ് ആയിരുന്നു. ഇപ്പം അല്ലേ? അത് പറഞ്ഞു വരെയാണ്, ഫ്രണ്ട്സ് ആയിരുന്നു. ഇപ്പോൾ കൂടാതെ നമ്മുടെ കൈരളിയുടെ തന്നെ ഒരു പ്രോഡക്റ്റാണ്. കൈരളിയിലെ സ്റ്റാർ ഹണ്ടിലെ വിന്നറായിരുന്നു. പ്രൊഫഷണൽ സിംഗറാണ്. ഇപ്പോൾ ഡി ഹബ് എന്ന് പറഞ്ഞ ഈവൻറ്റ് മാനേജ്മെൻറ്റ് കമ്പനിയുടെ MD ആണ്. അതുകൂടാതെ കല്യാണം കഴിക്കാൻ പോകുന്ന ആളുമാണ്. അയ്യോ, വെരി ഗുഡ്. സ്വാതി സുരേഷ് ഹൈമി. ഓക്കെ, ഏട്ടനാണ് എൻ്റെ കൂടെ വന്നിരിക്കുന്നത്. ഫ്രണ്ട് കം കുട്ടിയാണ് അല്ലേ? അതെ, ഫിയാൻസി. ഓക്കെ, കല്യാണം കഴിക്കാൻ പോണ ആള്. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു ഭാഗ്യം ഉണ്ടായില്ലേ, കാണാൻ പറ്റുന്നുണ്ടല്ലോ, പ്രേക്ഷകർക്കും കാണാൻ പറ്റും. ഇപ്പോൾ വീണയുടെ ഫ്രണ്ടായിട്ട് വരുന്ന കല്യാണം കഴിക്കാൻ ഒന്നിച്ച് വരുന്ന. അതെ, സ്ക്രീനിൽ ആദ്യമായിട്ടാണ്. സ്റ്റേജിലും അല്ലാതെ മാഗസിൻസ് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ ആദ്യമായിട്ട് സ്ക്രീനിൽ ഒരുമിച്ച്. അപ്പോൾ ഈ സ്ക്രീനിൽ വരുന്ന ഇന്നത്തെ ഈ ഒരു റൗണ്ട് ഉണ്ടല്ലോ, അതായത് 2 ആളും കൂടി ചേർന്ന് പാചകം ചെയ്യുന്ന, ജീവിതത്തിലും കല്യാണം കഴിച്ചിട്ടും 2 ആളും കൂടി ചേർന്ന് തന്നെ പാചകമൊക്കെ ചെയ്തല്ലേ സുഖമായിട്ട് ജീവിക്കാം. താങ്ക് യു. ഓക്കെ, എന്തായാലും വിളിക്കാം. വളരെ വ്യത്യസ്തമായ സംഭവമാണ്. കാര്യം ഭാവി വരൻ അല്ലേ ഫ്രണ്ടായിട്ട് വന്നിരിക്കുകയാണ്. വീണ എന്തായാലും ഭാഗ്യം തന്നെയാണ്. വീണയ്ക്ക് എന്ത് പറയണമെന്ന് അറിഞ്ഞൂടെ അല്ലേ? കിളി പോയി നിൽക്കുവാണോ? അല്ല, ആദ്യം കിളി പോകേണ്ടത് എൻ്റെയാണ്. അങ്ങനെയാണെങ്കിൽ പ്രത്യേകിച്ച് പാചകമാണ്. പാചകത്തെ പറ്റി ചോദിച്ചാൽ നന്നായിട്ട് ഞാൻ പപ്പടം പറക്കും. അതാണ് എൻ്റെ. പിന്നെ ബാക്കിയൊക്കെ സപ്പോർട്ട് ചെയ്യാൻ. വീണ അത്യാവശ്യം നന്നായിട്ട് പാചകം ചെയ്യുന്ന ആളാണ്. നന്നായിട്ട് ഫുഡ് കഴിക്കാൻ ഇഷ്ടമുള്ള ഒരു സപ്പോർട്ട് കൊടുത്താൽ മതി. കഴിപ്പിക്കാനും വീണയും പിടിക്കുകയാണ്. പിന്നെ പുള്ളിക്കാരനെ നന്നായിട്ട് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കൊടുക്കും. കഴിക്കാൻ ഇഷ്ടമുള്ള ആളല്ലേ? നന്നായിട്ട് കഴിക്കാൻ ഇഷ്ടമുള്ള ആളാണ്. നന്നായിട്ട് പാട്ട് പാടുന്ന ഒരാളാണ് അല്ലേ? അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഈ കുക്കിംഗ് റൗണ്ടിൽ ഇടയ്ക്ക് പാട്ടൊക്കെ കേൾക്കാൻ പറ്റുമല്ലോ അല്ലേ? പാട്ട് പാടിയായിരിക്കും ചിലപ്പോൾ കുക്ക് ചെയ്യാൻ പോകുന്നത്. നമുക്ക് നോക്കാം. തീർച്ചയായും കൈരളി എന്ന് പറയുന്നത് എനിക്ക് വളരെയധികം എൻ്റെ ശരിക്കും കരിയറിലെ ആദ്യത്തെ ചുവടുവെപ്പ് എന്ന് പറയുന്നത് കൈരളിയാണ്. അവിടേക്ക് തിരിച്ചു വന്നതിലും വലിയ സന്തോഷം. എനിക്ക് സന്തോഷം. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. 5ന് ഒറ്റയ്ക്കായോ? എല്ലാവരും പോയി അല്ലേ? സാരമില്ല, വന്നോളൂ. ഞങ്ങളുണ്ടല്ലോ അറിയാം. ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ 5ന് ആരെയാണ് ഫ്രണ്ടായിട്ട് പോകുന്നത്? ഞാൻ ദിലീപേട്ടൻ, അതായത് മുൻഷി ഒരു 3000 എപ്പിസോഡോളം വർക്ക് ചെയ്ത ആർട്ടിസ്റ്റാണ്. ഞങ്ങളൊന്നിച്ചൊരു സീരിയലിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഫീൽഡിൽ പൊതുവേ ഫ്രണ്ട്സ് കുറവാണ്, ഇൻറ്റിമേറ്റ് ആയിട്ടുള്ളവർ. അപ്പോൾ ഞാൻ 2 ദിവസം മുമ്പാണ് ഞാനിങ്ങനെ ഇതൊന്ന് ആലോചിച്ച് അങ്ങനെ ദിലീപേട്ടനെ വിളിച്ച്, ദിലീപേട്ട ഇങ്ങനെ വരുമോ, ഫ്രണ്ട് റൗണ്ട് ഉണ്ട് വരും. അതിനെന്താ വരാ. അത് കഴിഞ്ഞപ്പോഴാണ് അറിഞ്ഞത് നല്ലൊരു കുക്കാണ്. അതൊരു വലിയ ഭാഗ്യമായില്ലേ? ആ ഒരു പ്രതീക്ഷ മാത്രമേ ഉള്ളൂ എനിക്ക്. എന്തായാലും ദിലീപിനെ വിളിക്കാം. ഓക്കെ, വേണമെങ്കിൽ നിൽക്കല്ലേ. അയ്യോ, ഹലോ ദിലീപിനെ പരിചയമുണ്ട് നമുക്ക്. കാര്യം ഓണത്തിന് സ്പെഷ്യൽ എപ്പിസോഡിൽ ദിലീപ് ഒരു പ്രധാനമായിട്ട് ഒരു നന്നായിട്ട് പെർഫോം ചെയ്ത ആളാണ്. ഈന്തപ്പഴം പായസം.
അപ്പോൾ എനിക്ക് ഈ റൗണ്ടിൽ അഞ്ജനയ്ക്ക് റെസ്റ്റ് ആയിരിക്കും. എനിക്ക് തോന്നുന്നു കാര്യം ദിലീപ് നല്ല കുക്കാണ്. അതുകൊണ്ട് ഞാൻ അഞ്ജനയുടെ ഫ്രണ്ട് ദിലീപാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു അഞ്ജനയുടെ ഭാഗ്യം. അഞ്ജന എന്നെ വിളിച്ചിട്ട് പിന്നെ എന്നെ ചേട്ടാ എന്നെ ഒന്ന് സഹായിക്കണം. ഞാൻ വിചാരിച്ചു വല്ല പൈസയുടെ അത്യാവശ്യം. ആദ്യം പിന്നെ ഒന്ന് മടിച്ചു. പിന്നെ ഇവിടെ വന്നപ്പോൾ ചൈനീസ് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി വല്ല മീശ വെച്ചിട്ട് ചെയ്യേണ്ട ഒരു വേഷം ചെയ്യാനാണെന്നാണ് വിചാരിച്ചത്. പിന്നെയാണ് കുക്കിംഗ് ആണെന്ന് പറഞ്ഞത്. എനിക്ക് ഒരു റൈസുള്ള ഏരിയ ആയതുകൊണ്ട് ഭയങ്കര ഇഷ്ടമായി വരാൻ തോന്നി. എനിക്കാണ് ദിലീപേട്ടൻ പറഞ്ഞ ഈന്തപ്പഴം പായസം ഫസ്റ്റ് കിട്ടിയത്. ഫസ്റ്റ് കിട്ടിയ ടീമായിരുന്നു. അപ്പൊ എനിക്ക് റെസ്റ്റ് തന്നെ. റെസ്റ്റ് ആണ്. പറയാൻ പറ്റില്ല. അഞ്ജന അല്ലാണ്ട് തന്നെ നല്ല പാചകക്കാരിയാണ് അഞ്ജന. വലിയ കുഴപ്പമില്ല. ദിലീപിന് ഭാഗ്യമാണ്. വലിയ സപ്പോർട്ട്. നന്നായിട്ട് ഫാസ്റ്റായിട്ട് ചെയ്യും. ചേച്ചി ഇത് കഴിഞ്ഞിട്ട് വേണം ഫ്രണ്ട് ആക്കണോ ഇനിമി ആക്കണോ എന്ന് തീരുമാനം. നിങ്ങൾ എന്തായാലും ഇതൊരു നല്ല ഫ്രണ്ട്ഷിപ്പായിട്ട് കണ്ടിന്യൂ ചെയ്ത് പോട്ടെ. അതിനുള്ള എല്ലാവിധ ആശംസകളും. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.